വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഓസി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ട കോന്നിയിൽ നടന്ന ആക്സിഡൻറ്റിനെ കുറിച്ചാണ്. എല്ലാവരും തമ്മിൽ കാണുമല്ലോ, ഡിങ്കിളിൻ്റെയും അനുവിൻ്റെയും അവരുടെ അച്ഛന്മാരുടെയും മരണം. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നിഖിലും അനുവും കൂടി ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ച് എയർപോർട്ടിൽ നിന്ന് പേരൻസ് വിളിച്ചുകൊണ്ട് വരുന്ന ടൈമിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കോന്നിയിൽ അവരുടെ വീട്ടിൻ്റെ 7 കിലോമീറ്റർ ഇപ്പുറം വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത്. വീട്ടിൽ എത്തിച്ചേരാൻ കുറച്ച് സമയങ്ങളെ ഉള്ളായിരുന്നു. അതിന് മുമ്പും കൂട്ടി അവർ യാത്ര പറഞ്ഞു പോയി. എന്തായാലും എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ നവംബർ 30 ആയിരുന്നു നിഖിലിൻ്റെ അനുവിൻ്റെയും കല്യാണം. വളരെ സന്തോഷമായിട്ടും നല്ല ആർഭാടമായിട്ടും ഒക്കെ കല്യാണം കഴിച്ചതായിരുന്നു. നമ്മളത് വീഡിയോസ് എല്ലാം യൂട്യൂബിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ കല്യാണ വീഡിയോസും പെണ്ണ് കാണാൻ പോകുന്ന വീഡിയോസും എല്ലാം ഞാൻ കണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ട് 8 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് രണ്ടുപേരും കല്യാണം കഴിച്ചത്. അത് ഓർക്കണം, 8 വർഷത്തെ പ്രണയം. അത് കഴിഞ്ഞാണ് രണ്ടുപേരും കല്യാണം കഴിച്ചത്. അപ്പോൾ ഇതെന്ത് ക്രൂരമാണല്ലേ. ചില സമയമൊക്കെ ദൈവത്തിനോട് അന്നേരം ഒരു ദേഷ്യം തോന്നുന്നത് അല്ലേ. എന്ത് സന്തോഷത്തോടെയും ഒരു ജീവിതം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ദിവസങ്ങളാകുമ്പോഴത്തേക്ക് രണ്ടുപേരും സ്നേഹിച്ച് രണ്ടുപേരും ഒരേ കണക്ക് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയി അല്ലേ. കൂടെ അവരച്ഛന്മാരും പോയി. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ആക്സിഡൻറ്റ്. ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ ആക്സിഡൻറ്റ് ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. പാലക്കാടെ ആണെങ്കിലും ആ 4 പെൺകുഞ്ഞുങ്ങളുടെ മേലോട്ട് ലോറി കയറി ചരക്ക് ലോറി കയറിയതിന് പുറത്ത് വീണ് 4 കുഞ്ഞുങ്ങളും മരിച്ചു. ചിലവർക്ക് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അത് കണക്കന്നെ കളർ റോഡ് മഴയത്ത് ഇത്രയും ലോഡും കയറ്റിക്കൊണ്ടുവന്ന കാറ്, 11 പിള്ളേരുമായിട്ട് വന്ന കാറ് നിയന്ത്രണം വിട്ട് KSRTCയുടെ അടിയിലോട്ട് കയറി. അതൊരു കേസ്. അത് കഴിഞ്ഞും രണ്ട് മൂന്ന് എണ്ണം ഞാൻ കണ്ടായിരുന്നു ന്യൂസുകൾ. ഈ ആക്സിഡൻറ്റ് ന്യൂസുകളൊക്കെ ഒരുപാട് ഞാൻ കണ്ട്. അപ്പം ഞാൻ ആലോചിക്കുക, ആരുടെ കയ്യിലാണ് ഈ തെറ്റെന്ന് എനിക്കറിയത്തില്ല. എന്താ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയത്തില്ല. റോഡിൻ്റെ കുഴപ്പമാണോ, നമ്മളെ ഡ്രൈവിങ്ങിൻ്റെ കുഴപ്പമാണോ, എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കുറേ പേരിപ്പം മരിച്ചു. എന്തായാലും നിഖിലിൻ്റെ കോന്നിയിലുള്ള ആ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോഴും ആ ഒരു സന്തോഷത്തിൻ്റെ പ്രതീകം ഇവിടുന്ന് പോയിട്ടില്ല. ആ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ലൈറ്റൊക്കെ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്ത് ഇപ്പോഴും ആ വീടുകൾ അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ നിഖിലിൻ്റെയും അനുവിൻ്റെ അമ്മമാർ അവരുടെ ഭർത്താക്കന്മാരാണ് നഷ്ടപ്പെട്ടത്, മക്കളും നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് അവർ പുറത്ത് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരുപാട് പേര് അറിഞ്ഞവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അവരെ കാണുന്നുണ്ട്. ആശ്വസിപ്പിക്കാനും പ്രത്യേകിച്ച് വാക്കുകളൊന്നും ആർക്കും കിട്ടത്തില്ല. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ അല്ലേ. എന്ത് പറയാനാ അവരുടെ അടുത്ത്? ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല ആർക്കും. പോയി നിന്ന് കണ്ടു വരാൻ മാത്രമേ പറ്റൂ അല്ലേ. എന്ത് പറയാനാ അവരെ പോയി തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്ത് ആശ്വസിപ്പിക്കും നമ്മൾ പോയി അല്ലേ. അവർ ആ 2 അമ്മമാരും കൂടി ഇരുന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടായിരുന്നു. അവരൊരിക്കലും പ്രതീക്ഷ കാണത്തില്ല. എന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമെന്നായിരിക്കുമല്ലോ കോള് വന്നത്. അപ്പോൾ തൊട്ടടുത്ത് എത്തുന്നതിന് കുറച്ച് മുന്നേ അവരെ മരണം കൊണ്ടുപോയി കഴിഞ്ഞു. ഉറങ്ങിപ്പോയതായിരിക്കാം, ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അപകടം അവർക്ക് വന്നത്. എന്തായാലും നിഖിലിൻ്റെ അനുവിൻ്റെയും ഈ ഒരു 15 ദിവസം മാത്രമുള്ള ലൈഫ്, അത് എന്താ പറയുക, ഇനി അങ്ങോട്ട് ഒരുപാട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടായിരിക്കുമല്ലോ അവർ ആഗ്രഹിച്ചത്. മലേഷ്യയിലായിരുന്നു അവർ ഹണിമൂൺ പോയിട്ട്. തിരിച്ചും വന്ന് അടിച്ചു പൊളിച്ചുള്ള ലൈഫ് ആഗ്രഹിച്ച് വന്ന 2 നവദമ്പതികൾ മരണപ്പെട്ടു. ആരുടെ കുറ്റമാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ആന്ധ്രയിൽ ആ ഡ്രൈവർ പറയുന്നത്, ആ ബസ്സിലെ ഡ്രൈവർ പറയുന്നത് വണ്ടിക്ക് നല്ല രീതിയിൽ സ്പീഡുണ്ടായിരുന്നു, അവർ സ്പീഡിൽ വന്ന് ഇടിച്ച് കയറുമായിരുന്നെന്ന്. അപ്പം എന്താ പറയുക, ആത്മാവിന് ശാന്തി കിട്ടട്ടെ. ഇനിയും ഇങ്ങനെ മരണങ്ങൾ എവിടെയും നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 പേരുടെ ഈ 15 ദിവസത്തുള്ള സന്തോഷം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ.
ഇനി അവരൊരുമിച്ച് പോയിട്ടുണ്ട് അല്ലേ. അവിടെ സന്തോഷം, നല്ല ആത്മാവിന് രണ്ടുപേർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന്. ഇത്രേ ഉള്ളൂ.